പിന്നെ ഇതിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സാധ്യത എന്താണെന്ന് വെച്ചാൽ ടൂറിസം മേഖല ഇത് നല്ല കത്താൻ സാധ്യതയുള്ള, പക്ഷേ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒരു ടൈപ്പ് ഓഫ് പോർട്ട് ഹൗസ്, അതായത് നമുക്ക് എന്താ പറയുക, മാറ്റാൻ പറ്റുന്ന, എടുത്തോണ്ട് പോകാൻ പറ്റുന്ന പോർട്ട് ഹൗസ് രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് കൂടുതലും തീരദേശ മേഖല, ഇപ്പോൾ കായൽ തീരങ്ങളിലൊക്കെ 50 മീറ്റർ 100 മീറ്റർ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിൽ ഈ സംഭവം അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ലൊരു രസമുള്ളൊരു ബിൽഡിങ്ങും ആവും. എപ്പോൾ വേണമെങ്കിലും ഇത് എടുത്ത് മാറ്റുകയും ചെയ്യാം. അത് ഭയങ്കര ഒരു നമുക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു സാധനമാണ്. എനിക്ക് ആ മേഖലയിൽ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇല്ല, അത് മാത്രമല്ല, ഇതിന് വേറൊരു ഇതിന് വരാതിരിക്കാനായിട്ടുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ അറിയാലോ, പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകൾ, അതുപോലെ ഈ പ്രോഡക്റ്റ്, ഇതിന് രണ്ടിനും ലോൺ അവൈലബിലിറ്റി ഇല്ല. ഇപ്പോൾ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ പലരും സ്റ്റക്കാവുന്ന അവിടെയാണ്. പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസുകൾക്ക്, അതുപോലെ EPS പാനൽ കൺസ്ട്രക്ഷൻ ഹൗസുകളില്ലേ, ഇതിനൊന്നും ആക്ച്വലി ലോൺ അവൈലബിൾ അല്ല. കാരണം പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ജപ്തിയാ സാധനം ഇല്ലാതെ വരും. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. അത് ശരിയാണ്. ഇത് വാല്യുബിൾ പോയിന്റ് ആണത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ചിന്തിക്കും, എന്നാൽ പിന്നെ ഇത് ചെയ്തുകൂടെ, എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മളിൽ 100-ൽ 95% ആൾക്കാരും ചെയ്യുന്ന ലോണിലാണ്. വീടുകളെല്ലാം ചെയ്യുന്നത്. കാരണം ഒരു 15 വർഷമൊക്കെ ബാക്കി എടുത്തു കഴിഞ്ഞാൽ വീടുകൾ ഇത്രയും നിർമ്മാണം ഇല്ലായിരുന്നു. അതിന്റെ റീസൺ അത്രയും ലോൺ അവൈലബിലിറ്റി ഇല്ലായിരുന്നു. ഇപ്പം ലോൺ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇപ്പം സിവിൽ സ്കോർ ഇല്ലെങ്കിൽ പോലും ലോൺ കൊടുത്ത് പറ്റിക്കുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ട് ഇപ്പം എനിക്കൊന്നിപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് അതിന്റെ ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. ഫോണുകളിലോട്ട് ചുമ്മാ ലോണുകളാണ് വരിക. അതെ, ലോൺ വരുന്ന ഒരു കാലമാണ്. ലോൺ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ പൈസ നമ്മളെ തന്ന് കടക്കാരനാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാന സാധനം ഇത് ലോൺ അവൈലബിൾ അല്ല എന്നുള്ള. പിന്നെ ഇതിന് വലിയൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ, ഇപ്പോൾ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ എന്ന് വെച്ചാൽ ഈ വലിയ വെയിറ്റുള്ള സാധനം കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടല്ലോ, അവിടെ ഈ പറഞ്ഞ 3D പ്രിൻറ്റിങ് ടെക്നോളജി വൻ സാധനമായിരിക്കും. കാര്യം ഇതിൻ്റെ മെഷീനറീസ് മാത്രം അവിടെ എത്തിയാൽ മതി. ബാക്കി എല്ലാ സംസ്കൃത വസ്തുക്കൾക്കും വലിയ വെയിറ്റ് ഇല്ല. അത് EPS പാനൽ ടെക്നോളജി വരുന്നതിൻ്റെയും ബേസിക് റീസൺ, ഇതിന് വെയിറ്റ് ഇല്ല. തെർമോക്കോളല്ലേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസുലേറ്റഡ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഈസി ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുചെല്ലാൻ പറ്റുന്ന പാകത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്തിട്ടുണ്ട്. EPS പാനലിൻ്റെ ഒരു പ്രൊജക്റ്റ് ഈ അടുത്ത് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ കട്ടപ്പന അപ്പുറമാണ്. കട്ടപ്പന റിസോർട്ടാണ്. വൻ കുന്നിൻ പ്രദേശം. ആക്ച്വലി നമ്മൾ കയറി താഴേക്ക് ഇറങ്ങി നമുക്കൊരു 1000 കലോറി ബേണാവും.